നമസ്കാരം, ഡോക്ടർ ശ്രീദീപൻ, ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത എന്ത് മാത്രമാണ്? നമ്മളതിന് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് സ്ട്രോക്കിൻ്റെ അപകട സാധ്യത ഘടകങ്ങൾ. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള അപകട സാധ്യത ഘടകങ്ങളുണ്ട്. ഒന്ന് നോൺ മോഡിഫയബിൾ അഥവാ മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്. രണ്ടാമത്തത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന മോഡിഫയബിൾ ഫാക്ടേഴ്സ്. അപ്പം നമ്മുടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് പ്രായം കൂടുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും. രണ്ട് ജെൻഡർ അഥവാ ആൺ ആണോ പെണ്ണാണോ എന്നറിയുന്ന ആ അവസ്ഥ. അപ്പം പുരുഷന്മാരിൽ സ്ട്രോക്കിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടും, റിസ്ക് കൂടുതലായിട്ട് കാണപ്പെടും. പിന്നെയുള്ളതാണ് എത്നിസിറ്റി അഥവാ നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് ഒരു റേഷ്യൽ ഗ്രൂപ്പിൽ നിന്നുള്ളതാണ്. അഥവാ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമേരിക്കൻസ് അല്ലെങ്കിൽ കൊറിയൻ, ജപ്പാൻ, ഇന്ത്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള എത്നിസിറ്റിയിൽ ഇങ്ങനെ പല പല രീതിയിലാണ് സ്ട്രോക്കിൻ്റെ അളവ് കാണപ്പെടുന്നത്. ഉദാഹരണം ഇപ്പോൾ ഇന്ത്യയിൽ 80% സ്ട്രോക്കും രക്തം കട്ട പിടിച്ചിട്ടുണ്ടാകുന്ന സ്ട്രോക്കാണ്. എന്നാൽ അതിൽ തന്നെ 10 തൊട്ട് 15% വരെ സ്ട്രോക്കും 40 വയസ്സിൽ താഴെ കാണുന്നത്. അതായത് പ്രായം കുറഞ്ഞ യങ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പം പിന്നെയുള്ളതാണ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കൾ, അടുത്തുള്ള ബന്ധുക്കൾ, അതായത് അച്ഛൻ, അമ്മ, സഹോദരന്മാർ, ഇവർക്ക് ആർക്കെങ്കിലും സ്ട്രോക്ക് ഉണ്ടെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് അഥവാ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന അപകട സാധ്യതാ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷർ, രക്ത അതിസമ്മർദ്ദം. പ്രഷറിൻ്റെ വാല്യൂ 140/90 കൂടുതലാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അത് മരുന്ന് കഴിച്ച് കൺട്രോൾ ആക്കിയില്ലെങ്കിൽ ഒരു ഹൈ ചാൻസ്, വളരെയധികം കൂടിയ ചാൻസ് ഉണ്ട് സ്ട്രോക്ക് വരാനുള്ളത്. രണ്ടാമത്താണ് ബ്ലഡ് ഷുഗർ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അഥവാ പ്രമേഹം. പ്രമേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ലോങ് ടേമിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഇപ്പം കാണപ്പെടുന്നുണ്ട്. അതിന് പല പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കിഡ്നിയുടെ അസുഖം, കണ്ണിൻ്റെ റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി തുടങ്ങിയവയെല്ലാം സ്ട്രോക്കിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളതാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മൾ അമിതമായി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിതഫലമായി സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ളതാണ് പുകവലി, സ്മോക്കിംഗ്, സിഗരറ്റ് സ്മോക്കിംഗ്. അപ്പം പുകവലിയുള്ള ആളുകളിൽ വളരെയധികം മടങ്ങ് സ്ട്രോക്ക് റിസ്ക് കൂടുതലാണ്. പിന്നെയുള്ളത് ആൽക്കഹോൾ, ഹെവി ആൽക്കഹോളായിട്ട് ഭയങ്കരമായ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർ, മദ്യം കഴിക്കുന്ന ആളുകളിൽ സ്ട്രോക്ക് കൂടുതലായി കാണപ്പെടുന്നു. തലച്ചോറിൽ രക്തസ്രാവമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചില കേസുകളിൽ അത് ഹൃദയത്തിനെ ബാധിക്കുകയും ഹൃദയമിടിപ്പിന് വേരിയേഷൻ ഉണ്ടാക്കുകയും ചെയ്യും.